AKM. ഇന്നത്തെ നമ്മുടെ യാത്ര മുണ്ടക്കയത്തിനടുത്ത് AKM എന്നറിയപ്പെടുന്ന മനോഹരമായ വെള്ളച്ചാട്ടത്തിലേക്കാണ്. നിഗൂഢമായ അതിശയിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ കാണുവാൻ സാധിക്കുന്ന AKM. ഫോർ ദ മ്യൂസിക്കിലേക്ക് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് കണ്ട തെക്കേമല വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇന്ന് AKM എന്നറിയപ്പെടുന്ന മനോഹരമായ വെള്ളച്ചാട്ടത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. മുണ്ടക്കയത്ത് നിന്ന് വള്ളിയങ്കാവ് റോഡ് കയറിയാണ് തെക്കേമലയിലേക്ക് എത്തിയത്. ആ വഴി തന്നെ നേരെ പോയാൽ മുണ്ടക്കയം കുട്ടിക്കാനം റോഡിലേക്ക് എത്തിച്ചേരാം. ഒരു 7-8 കിലോമീറ്റർ മാത്രമാണ് ദൂരം. തെക്കേമല വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയ വഴിയുടെ ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായി കാണിച്ചിട്ടുണ്ട്. ഈ വഴിയുടെ ഒരു പ്രത്യേകത ഇതാണ്: നിറയെ ചെറു വെള്ളച്ചാട്ടങ്ങളും വ്യൂ പോയിന്റും കൊണ്ട് സമ്പന്നമായ കാഴ്ചകളാണ്. അതുകൂടാതെ കാനന പാതയ്ക്ക് തുല്യമായ കാഴ്ചകളും. എങ്ങും പച്ചപ്പ് തന്നെ. ഇടയ്ക്കൊക്കെ ഇറങ്ങി നിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ പറ്റും. ഒരുപാട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഈ വഴിയുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഒരുപാട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കണ്ടാണ് ഈ ഒരു റോഡ് മുന്നോട്ട് നമ്മൾ യാത്ര ചെയ്യുന്നത്. അത് മാത്രമല്ല, പല സ്പോട്ടുകളിലായിട്ട് നമുക്ക് നല്ല വ്യൂ പോയിൻ്റ് ആസ്വദിക്കാൻ പറ്റുന്ന പല സ്പോട്ടുകളുണ്ട്. അതൊക്കെ കണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. നല്ല ലൊക്കേഷൻസ് കേട്ടോ, മനോഹരമായ ലൊക്കേഷൻസ്. വലിയ തിരക്കില്ല, വലിയ ബഹളമില്ലാത്ത റോഡാണ്. അപ്പം ഇതൊക്കെ ആസ്വദിച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് യാത്ര മുന്നോട്ട് പോകാൻ പറ്റും. ഒത്തിരി ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കേട്ടോ, നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടങ്ങൾ, ഒരുപാട് ചിത്രശലഭങ്ങൾ, നിറയെ പൂക്കൾ. അതായത് വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ ഭാഗത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള പൂക്കൾ ഇങ്ങനെ നിറങ്ങി നിൽപ്പുണ്ട്. നല്ല ഭംഗി അത് കാണാൻ. ഇവിടെ എല്ലാം പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര. അങ്ങനെ വഴിയുടെ അവസാനം മുണ്ടക്കയം കുട്ടിക്കാനം റോഡെത്തി. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകേണ്ടത് മുണ്ടക്കയം ഭാഗത്തേക്ക്. ഇനി പെരുവന്താനത്തിന് മുമ്പായി മറ്റൊരു വഴി തിരിയണം. അവിടെ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ പോയാൽ വെള്ളച്ചാട്ടമായി. മഴ ചെറുതായി പെയ്യുന്നുണ്ട്. ടൗണിൽ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് യാത്ര തുടരാമെന്നാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. പക്ഷെ നടക്കൂ എന്തോ, മഴ സമ്മതിച്ചാൽ മതിയായിരുന്നു. നല്ല കോളുണ്ടേ. എന്തായാലും മഴ നനഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ യാത്ര ലക്ഷ്യസ്ഥാനം കണ്ടിട്ടേ പിൻവാങ്ങുന്നുള്ളൂ. വെള്ളച്ചാട്ടം കാണാതെ പുറകോട്ടില്ല. ഇവിടെയൊക്കെ നല്ല മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മളപ്പം നനയുമെന്നുറപ്പായി. മഴ നനഞ്ഞുള്ള യാത്രയും ഒരു രസമല്ലേ. ക്യാമറയുടെ കാര്യം ഓർത്തിട്ട് മാത്രമേ പ്രയാസമുള്ളൂ. നല്ല മഴയാണ്, ഒരു രക്ഷയില്ല. മെയിൻ റോഡ് പെരുവന്താനത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിയപ്പോൾ നല്ല മഴ. പിന്നെ ഒരു ഹോട്ടലിൽ കയറി ചെറുതായിട്ട് ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ചെറിയൊരു കടയാണ്. ഞങ്ങൾ പെട്ടെന്ന് മഴയായതുകൊണ്ട് ചാടി കയറിയതാണ്. പക്ഷെ നല്ല തനി നാടൻ ഊണ്, വീട്ടിലൊക്കെ കിട്ടുന്ന പോലെ നല്ല രുചിയുള്ള ഊണായിരുന്നു. ഇനി ആഹാരമൊക്കെ കഴിച്ചു. ഇനി മഴയൊന്ന് തോന്നിട്ട് AKMത്തിൻ്റെ ഭാഗത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് റോഡിൽ നിൽക്കുകയാണ്. ഇത് പെരുവന്താനം ആ കയറ്റം കയറി വരുമ്പോൾ ഉള്ള ജംഗ്ഷനാണ്. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് കൂടെ ചെന്നിട്ട് ലെഫ്റ്റ് കട്ട് ചെയ്താണ് AKMത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത്. നല്ല മഴയായിരുന്നു കേട്ടോ. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് മഴ കയറി വന്നതാണ്. മുന്നോട്ട് മഴയില്ലാതിരിക്കുകയായിരുന്നെങ്കിൽ ഷൂട്ട് ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ മഴ നിൽക്കുമ്പം ക്യാമറയൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്യുമ്പം വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. മഴ ചെറുതായിട്ടൊന്ന് തോർന്നപ്പോൾ യാത്ര തുടർന്നു. പെരുവന്താനം ഭാഗത്ത് ഈ കാണുന്ന ഇടത്തേക്കുള്ള വഴി തിരിയണം. സെൻറ്റ് ആൻ്റണീസ് ചർച്ചിൻ്റെയൊക്കെ ബോർഡ് നമുക്ക് റോഡ് സൈഡിൽ തിരിയുന്ന ഭാഗത്ത് കാണാൻ പറ്റും. ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് ചർച്ചുള്ളത്. മനോഹരമായ ഒരു ലൊക്കേഷനിലാണത്. അതുകൂടാതെ പെരുവന്താനം സ്കൂളിലേക്കുള്ള റോഡ് കൂടിയാണ് ഈ കാണുന്നത്. സ്കൂൾ ഈ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി റോഡിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഈ റോഡ് നേരെ ചെന്നാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് എത്താം. മനോഹരമായ ഒരുപാട് വ്യൂ പോയിന്റ്സ് പോകുന്ന വഴിക്ക് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. കുറച്ചൊന്ന് മുന്നോട്ട് വന്നപ്പോൾ കണ്ടില്ല, ബാക്ക് സൈഡിൽ കണ്ട കാഴ്ചയാണ്. നല്ല അടിപൊളി ഒരു സ്പോട്ട് കേട്ടോ. കംപ്ലീറ്റ് കോട ഇറങ്ങിയേക്കാണ്. മഴ കാരണം ഇവിടെയൊക്കെ കോട കൊണ്ട് കംപ്ലീറ്റ് നിറങ്ങിയേക്കാണ്. നല്ല തണുത്ത കാറ്റുമുണ്ട്. കാറ്റിൻ്റെ ആ ഒരു ശക്തിയിൽ കോടമഞ്ഞ് അങ്ങോട്ടേക്ക് ഇങ്ങനെ വീശി പോകുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ. ഒരു റോഡിൻ്റെ ഒരു സൈഡിലായിട്ട് താഴ്വാര കാഴ്ചകൾ എന്ന് പറയുന്നത് മനോഹരം.
താഴ്വാര കാഴ്ചകളും കോടമഞ്ഞ് മൂടിയ മലനിരകളും വനത്തിന്റെ കാഴ്ചകളും ഈ യാത്രയ്ക്ക് നൽകുന്ന സമ്പത്താണ്. ചെറു കാറ്റേറ്റ് ഈ തണുപ്പത്ത് ഈ കാഴ്ചകൾ കണ്ടു നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ? ഈ കാഴ്ചകൾ ഇത്ര നേരം കണ്ടത് മനസ്സിൽ സൂക്ഷിക്കുന്ന ആ പ്രിയപ്പെട്ട ഇഷ്ടം കൊണ്ടല്ലേ? ഏത് പ്രകൃതിയും അതീവ സൗന്ദര്യം കൊണ്ട് ആരെയും ആകർഷിക്കുന്നത് ആഭരണങ്ങൾ പോലെ പച്ചപ്പിൽ കോടമഞ്ഞ് പൊതിയുമ്പോഴാണ്. കോടമഞ്ഞ് മൂടി ഈ വഴിയുടെ അവസാനം നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് ഒരു 1/2 കിലോമീറ്റർ നടക്കണം. ഈ ഭാഗത്തൊരു പാലമൊക്കെയുണ്ട്. പാലത്തിന്റെ മറുഭാഗത്ത് ഒരു കുരിശടിയും. പാലത്തിന്റെ മുകളിൽ നിന്ന് വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് വെള്ളം ഒഴുകി വരുന്നത് കാണാൻ നല്ല രസമുള്ള കാഴ്ചയാണ്. ഈ പാലത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു 650 മീറ്ററോളം കയറിപ്പോയാലും നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തേക്ക് എത്താൻ പറ്റും. റോഡ് പണി നടക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് 2 സൈഡിലായിട്ട് പാറയൊക്കെ ഇറക്കിയിട്ടുണ്ട് റോഡ് സൈഡൊക്കെ കെട്ടാനായിട്ട്. കുറേ നാളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. നല്ലൊരു വെള്ളച്ചാട്ടമാണ്, കുറച്ച് റിസ്ക് ഉള്ളൊരു വെള്ളച്ചാട്ടമാണ്. അതുകൊണ്ട് ചെറിയ പേടിയൊക്കെ ഉണ്ട്. അധികം അടുത്തേക്ക് പോകാതെ ദൂരെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടൊക്കെ മടങ്ങാമെന്ന് വിചാരിച്ചാണ് പോകുന്നത്. ലെൻസുണ്ട്, അപ്പം ഷൂട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നൊക്കെ വിശ്വസിക്കുന്നു. സേഫായ ഒരു ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ വന്നു പോകുന്നതിന്. മീൻസ് അടുത്തൊക്കെ വീടുണ്ട്, മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഫാമിലിയായിട്ടൊക്കെ വരാം. പക്ഷെ നടന്ന് പോകുന്നതിൻ്റെ ഒരു ചെറിയ പ്രയാസം ഉണ്ടായിരിക്കും. ഞാനെന്തായാലും അപ്പുറത്ത് കുരിശടിയുടെ ഭാഗത്ത് ബൈക്ക് വെച്ചു. ഇനി അങ്ങോട്ട് നടക്കാൻ പോവാണ്. തൊട്ട് സൈഡിലായിട്ട് നമ്മൾ നടന്നു പോകുന്ന വഴിയുടെ തൊട്ട് സൈഡിലായിട്ട് വെള്ളം ഒഴുകി പോകുന്ന ഭാഗമാണ്. കംപ്ലീറ്റ് പാറയാണ് കേട്ടോ. പാറയിലൊക്കെ തട്ടി പതങ്ങി വെള്ളം താഴേക്ക് ഒഴുകുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. കോടയൊക്കെ ഇറങ്ങി ഈ മലനിരകളുടെ കാഴ്ചകളൊക്കെ കണ്ട് ഈ വെള്ളം ഒഴുകുന്നതൊക്കെ കണ്ട് മുകളിലേക്ക് കയറി പോകാൻ രസമാണ്. അത് മാത്രമല്ല ഈ മഴ നനയുന്നതിൻ്റെ ഒരു എഫക്റ്റ് പറയാതറിയാമല്ലോ, നല്ല രസമുണ്ട് മൊത്തത്തിൽ. അപ്പോൾ മുമ്പേ നടന്നു പോകുന്നുണ്ട്. ക്യാമറയൊക്കെ കംപ്ലീറ്റ് നനയാൻ ചാൻസ് ഉള്ളതുകൊണ്ട് കോട്ടിൻ്റെ ഉള്ളിലാണ്. ഇത് തന്നെ പകുതി ഇപ്പം നനഞ്ഞു. അടിച്ചു പോയിരുന്ന ദൈവാദിന അങ്ങനെ ഓൾമോസ്റ്റ് വെള്ളച്ചാട്ടത്തിന്റെ ഭാഗമായി കേട്ടോ. നമ്മൾ നടന്നു വന്ന വഴിയുടെ ഒരു ഭാഗത്ത് നിന്നുള്ള കാഴ്ചയാണിത്. കുറച്ചൊന്ന് നടന്നാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താം. വെള്ളത്തിന് നല്ല ഫോഴ്സ് ഉണ്ട്. മഴയുള്ളത് കൊണ്ടാവും. വെള്ളം കലങ്ങിയല്ലാത്തത് കൊണ്ട് കാണാനൊരു രസമുണ്ട്. ഈ ഭാഗത്തൊക്കെ റബ്ബർ തോട്ടമാണ്. ഒരു വലിയ മലയുടെ അടിവാരമാണിത്. അങ്ങനെ ഒടുവിൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. ഏകയം എന്തായിരിക്കും ഇങ്ങനെ ഒരു പേര്? സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഏകാന്തമായി കിടക്കുന്ന കയം എന്ന് വല്ലതും ആണോ എന്തോ. എന്തായാലും നല്ല വെറൈറ്റി പേര് അല്ലേ? നല്ല ഭംഗിയുള്ള മനോഹരമായ വെള്ളച്ചാട്ടമാണ്. ഒരു 70-75 അടി ഉയരം കാണും. മുന്നിലൊന്ന് കുളിക്കാൻ പാകത്തിൽ സ്പേസുമുണ്ട്. പക്ഷെ സേഫാണോ എന്നറിയില്ല. ഇറങ്ങിയാൽ ആഴമുണ്ടോയെന്നും ഒഴുക്കിന് ശക്തിയുണ്ടോയെന്നും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ചുറ്റും വനം പോലെയുള്ള ഒരു പ്രദേശമാണ്. കാടിനുള്ളിലെ മലനിരകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ശുദ്ധമായ ജലവും. ഇങ്ങനെ മഴയുള്ള സമയങ്ങളിൽ സൂക്ഷിക്കേണ്ട ഒരു വെള്ളച്ചാട്ടം കൂടിയാണിത്. പെട്ടെന്ന് വെള്ളത്തിൻ്റെ അളവ് കൂടാനുള്ള ചാൻസ് ഉണ്ടേ. മഴയുള്ള സമയത്ത് പ്രത്യേകിച്ച്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല ഫോഴ്സുണ്ട്. ട്രക്കിങ്ങും കുറച്ച് സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണിത്. വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഹുങ്കാര ശബ്ദവും കാടിൻ്റെ വന്യതയൊക്കെ അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കുവാൻ ഇവിടെ നേരിട്ട് തന്നെ എത്തണം. വഴി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അധികം ആളിപ്പോൾ ഇങ്ങോട്ടേക്ക് എത്താറില്ല. റോഡ് പണി പൂർത്തിയായാൽ തിരിച്ചാവും ചിലപ്പോൾ അവസ്ഥ അല്ലേ? എന്തു തന്നെയായാലും നല്ലൊരു ലൊക്കേഷനാണ്. മനോഹരമായ വെള്ളച്ചാട്ടവും. അങ്ങനെ ഏകയത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലമർത്താനും മറക്കരുത്. മറ്റൊരു കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം.